ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതുവരെ പറയാത്ത ഒരു റിവ്യൂ ആയിട്ട് പറയാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇതുവരെ പറഞ്ഞൊരു റിവ്യൂ അല്ല, ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി റിവ്യൂ ആണ് പറയാൻ പോണത്. അങ്ങനെ ശ്യാം ആണെന്നുണ്ടെങ്കിൽ ശ്രുതി പെട്ടെന്ന് സ്വഭാവം മാറിയതിൽ ചെറിയൊരു സംശയമൊക്കെ ശ്യാമിന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവള് ശരിക്കും സ്വഭാവം മാറിയതാണോ, അതോ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണോ? എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞേ പറ്റൂ എന്ന് ശ്യാം തീരുമാനിക്കുകയാണ്. ശ്യാം വേഗം തന്നെ അശ്വിനെ പൂട്ടിട്ടേക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഗോഡൌണിലേക്ക് പോകുകയാണ്. ശേഷം അവിടെ ഒരു അശ്വിന്റെ കൂടെ നിൽക്കാൻ ഒരു ഗുണ്ട മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പൊ അശ്വിൻ ഒരു റൂമിൽ കിടക്കുവാണ്, തൊട്ടപ്പുറത്തെ റൂമിൽ, അതായത് അവിടെ നിന്ന് സംസാരിച്ച് അശ്വിനെ കേൾക്കാൻ പറ്റും. ആ സെറ്റപ്പാണ്. അങ്ങനെ ശ്യാം ആ ഗുണ്ടെടുത്ത് മനഃപൂർവ്വം വഴക്കുണ്ടാക്കുവാണ്. അപ്പൊ ശ്യാം സംസാരിക്കണമെന്നില്ല അവരുടെ അടുത്ത്, അതായത് ശ്യാമിന്റെ സൗണ്ട് ആരും കേൾക്കാൻ പാടില്ലല്ലോ. ശ്യാം അയാൾ ഉപദ്രവിക്കുകയാണ്, അടിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. ആ വഴക്ക് പറഞ്ഞിടക്ക് ശ്യാം പെട്ടെന്ന് അയാളെ ഫോൺ മേടിച്ചിട്ട് വലിച്ചെറിയാണ്. ആ ഫോൺ നേരെ വന്ന് വീഴുന്നത് അശ്വിന്റെ അടുത്തേക്കാട്ടോ. അപ്പൊ അശ്വിൻ വിചാരിക്കുന്നത് അവർ തമ്മിലുള്ള അടിയും വഴക്കിലും ആ ഫോൺ തെറിച്ച് അശ്വിന്റെ അടുത്ത് വീണെന്നാണ് അശ്വിൻ വിചാരിക്കുന്നത്. ശരിക്കും അത് അങ്ങനെയല്ല. ശ്യാം മനഃപൂർവ്വം ആ ഫോൺ അശ്വിന്റെ കയ്യിൽ കിട്ടട്ടെ, അശ്വിൻ ശ്രുതിനെ വിളിക്കട്ടെ, അങ്ങനെ വിളിച്ചവർ സംസാരിക്കുകയാണെങ്കിൽ ശ്രുതി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ വിശ്വസിക്കാം. അത് അല്ല, അവൾ പറയാതെ മറച്ചു വെക്കുകയാണെങ്കിൽ അവൾ കള്ളത്തരം കാണിക്കുന്നത് വേണം മനസ്സിലാക്കാൻ എന്നാണ് ശ്യാമിന്റെ ഉദ്ദേശം. അങ്ങനെ അശ്വിൻ അത് മനസ്സിലാവില്ല. അശ്വിൻ വേഗം തന്നെ ആ ഫോൺ എടുത്തിട്ട് വേഗം ശ്രുതിനെയാണ് കേട്ടോ ആദ്യം വിളിക്കുന്നത്. ശ്രുതി ആ സമയത്ത് ഫോൺ എടുക്കുന്നുണ്ട്. ശ്യാം മനഃപൂർവ്വം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അശ്വിൻ കിടക്കുന്ന റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ വലിയ ശബ്ദത്തിൽ ഒരു റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുവാണ്. ആ റെക്കോർഡറിൽ ഒരു മണിനാദവും ട്രെയിൻ പോകുന്ന ഒച്ചയും ശബ്ദവും കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങനെ ഹലോ ഹലോ അശ്വിൻ സർ, നിങ്ങളിത് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ശ്രുതി. സോറി ശ്രുതി, അത് നിന്നെ ഞാൻ ഒറ്റക്കിട്ട് പോയത് വേറൊന്നും കൊണ്ടല്ല, അവര് നിന്നെ ഉപദ്രവിക്കരുതെന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ ഒറ്റക്കിട്ട് പോയെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണ്ട, അതൊക്കെ കഴിഞ്ഞില്ലേ, ആ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണ്ട, ഇപ്പൊ നിങ്ങൾ എവിടെയാണെന്ന് പറയൂ അശ്വിൻ സർ എന്ന് ശ്രുതി പറയുമ്പോൾ അശ്വിൻ പറയണ്ട എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മണിനാഥം വീണ്ടും കേൾക്കണം അശ്വിൻ. അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ പറയണ്ട് അത് എവിടെ എന്താണെന്നറിയില്ല, ഒരു അമ്പലത്തിന്റെ മണിനാഥം കേൾക്കുന്നുണ്ടോ. അമ്പലത്തിന്റെ മണിനാഥോ, വേറെ എന്തെങ്കിലും ശബ്ദമുണ്ടോ? പിന്നെ ട്രെയിനിന്റെ ശബ്ദമുണ്ട് എന്ന് പറയാണ്. ട്രെയിനും അമ്പലവും, ഈ അടയാളം വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചോളാം അശ്വിൻ സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോം വെക്കുവാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനും പോകുന്നുണ്ട് കേട്ടോ. അതായത് ശ്യാമാണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പറയാനും പോകുമ്പോഴേക്കും പെട്ടെന്ന് ആ ഗുണ്ടയുടെ ഒച്ചയ്ക്കുമ്പോൾ അശ്വിൻ വേഗം ആ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അശ്വിൻ ആ ഫോൺ എടുത്തിട്ട് ഗുണ്ട അവിടെ നിന്ന് പോകുക കേട്ടോ. ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണ ഞാൻ വിചാരിച്ചപ്പോൾ പ്ലാൻ നടക്കുമോ നോക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നാലും ഈ ട്രെയിൻ പാലും അമ്പലവും അടുത്തുള്ളത് ഇവിടെ എവിടെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതിയുടെ മനസ്സിൽ അത് മാത്രമാട്ടോ. അശ്വിനോട് സംസാരിക്കാത്ത ട്രെയിൻ പാലത്തിന്റെ ഒച്ചയും മണിനാഥത്തിന്റെ ഒച്ചയും കേട്ടു. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള സ്ഥലത്താണ് അശ്വിൻ സാർ ഉള്ളത് എന്ന് ശ്രുതിക്ക് മനസ്സിലായി. അങ്ങനെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശ്യാം വരുവാണ്. ശ്യാം എന്നിട്ട് അഞ്ജലി അടുത്ത് കുറച്ച് കേസറ്റുകൾ കൊടുക്കുകയാണ്. അഞ്ജലി മോളെ, നീ കുറച്ച് സോങ്സിന്റെ കേസറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് അതിന്റെ CD. ഓ താങ്ക് യു സോ മച്ച്. അല്ല എന്തിനാ മോളെ ഇത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അഞ്ജലി പറയണ്ട, അതെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടാ നല്ല രസമായി നല്ലതായിരിക്കും ഡോക്ടർമാർ പറയണത്, അതിനെ വേണ്ടിയിട്ടാ മുത്തശ്ശി. ഓ അതിനിപ്പോ ഫോൺ ഉണ്ടല്ലോ എന്ന് മനോരമ പറയുമ്പോൾ ഫോൺ വഴിയല്ല, ഫോൺ റേഡിയേഷൻ അല്ലേ, ഇതാകുമ്പോ നമുക്ക് ഇട്ടിട്ട് കേൾക്കാലോ എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ റൂമിൽ പോയിട്ട് ഈ കേസറ്റ് ഓൺ ആക്കുമ്പോഴേക്കും പെട്ടെന്ന് ട്രെയിനിന്റെ ഒരു ബെല്ലിന്റെ ഒച്ചയൊക്കെ കേൾക്കുവാട്ടോ. അപ്പൊ അഞ്ജലി വിചാരിക്കുന്നത് എന്താ ഇത്, ബെല്ലിന്റെയും അതുപോലെ തന്നെ മണിയുടെ ഒച്ചയൊക്കെ കേൾക്കണത് അഞ്ജലി ഇങ്ങനെ വിചാരിക്കണ്ട്. അപ്പൊ ഈ ശബ്ദം ശ്രുതി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് അപ്പൊ കാര്യം മനസ്സിലായി. ഓഹോ, അപ്പൊ ശ്യാമിന്റെ കുടുക്കായിരുന്നത്, ഞാൻ ശ്യാമിനെ ചതിക്കുവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇയാൾ മനഃപൂർവ്വം അശ്വിൻ സാറെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് ഫോൺ അവിടെ ഇട്ടത്. എന്നിട്ട് ആ മണിനാഥോ ട്രെയിനിന്റെ ശബ്ദമൊക്കെ മനഃപൂർവ്വം ഇയാൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ്, മനസ്സിലായി എന്നൊക്കെ പണ്ട് ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ശ്യാമിന് തന്നെ ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ ശ്രുതി ഇങ്ങനെ എനിക്കടുത്ത് പറയാണ്, ഈ ശ്യാമിനെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കിയേ പറ്റൂ. അയാൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, ഒരു അസ്വാഭാവികതയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം ചേട്ടൻ പഴയ പോലെ തന്നെ എല്ലായിടത്തും സംസാരിക്കുന്ന ശ്രുതി. പക്ഷെ ഇന്നലെ ശ്യാം ചേട്ടൻ പൊട്ടിത്തെറിക്കണത് ഞാൻ കേട്ടായിരുന്നു. പൊട്ടിത്തെറിക്കണതോ? ഇന്നലെ രാമേട്ടനോടല്ലേ? അതെ അതെ, കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം എന്തോ മാലയിൽ വീണു എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, അത് ഞാനും കേട്ടായിരുന്നു. ശ്യാം ചേട്ടൻ അത്രമാത്രം വഴക്കുണ്ടാക്കിയത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ശ്രുതിക്കുട്ടി എന്ന് എനിക്കും പറയുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് പറയേണ്ട അത് മാത്രമല്ല ശ്രുതി, ആ മാലയിൽ വെള്ളം വീണപ്പോ സാധാരണ നമ്മൾ മാലയിലൊക്കെ വെള്ളം വീണ തോർത്തി കളയാറല്ലേ പതിവ്. ശ്യാം ചേട്ടൻ അത് തോർത്തിയില്ല, പകരം റൂമിലേക്ക് ഓടിപ്പോയിട്ട് ഡ്രയർ വെച്ച് അതിലെ വെള്ളമൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്തത്.
അപ്പം ആ മാലയും ലോക്കറ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടല്ലോ? അതെ, അത് എനിക്ക് ചേട്ടാ ആ ലോക്കറ്റ് എങ്ങനെ ഇരിക്കാത്ത ലോക്കറ്റാണെന്ന് എനിക്ക് ചേട്ടാ ശ്രദ്ധിച്ചായിരുന്നോ? അത് ശ്രദ്ധിച്ചായിരുന്നു. അത് ഈ ആനക്കൊമ്പിന്റെ ഷേപ്പുള്ള ലോക്കറ്റാണ്. അതിപ്പോൾ സ്വർണ്ണമാലയിൽ ആനക്കൊമ്പിന്റെ ലോക്കറ്റാണെന്ന് പറയാണ്. അപ്പോൾ എനിക്ക് ശ്രുതി പറഞ്ഞ ഒരു കാര്യം, നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് ആ ലോക്കറ്റ് ഷ്യാമിന്റെ കഴുത്തിൽ നിന്ന് ആ ലോക്കറ്റ് എടുക്കാന്ന് പറയാണ് ശ്രുതി. ശരി, എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് എനിക്കും പറയുന്നുണ്ട്. അങ്ങനെ എനിക്കും ശ്രുതിയും കൂടി ചേർന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് അതുപോലത്തെ ഉണ്ടാക്കണം. ആ ഒറ്റ ആനക്കൊമ്പിന്റെ ലോക്കറ്റ് ഉണ്ടാക്കിപ്പിക്കുക കേട്ടോ. ശ്രുതി അതിന് പക്ഷെ ഷ്യാമിന്റെ കഴുത്തിൽ നിന്ന് ആ ലോക്കറ്റ് എടുക്കണമല്ലോ, അതിനെന്തൊരു മാർഗ്ഗം ശ്രുതി ആലോചിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഒരു മാല അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു കറുത്ത ചെരടിൽ ഒരു ദൈവത്തിന്റെ ലോക്കറ്റുള്ള ഒരു മാലയാട്ടോ. ശ്യാം ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശ്രുതി, ഇവിടെ ഇപ്പം അഞ്ജലിയൊന്നുമില്ല, നീ കയറി വാ റൂമിലേക്ക് എന്ന് പറയാണ്. അതെ, ഞാൻ ഈ മാല ശ്യാം ചേട്ടന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് പൂജിച്ച മാലയാണ്. ശ്യാം ചേട്ടൻ ഇത് കഴുത്തിലിടാവോ? അയ്യോ ശ്രുതി, എന്റെ കഴുത്തിൽ ഒരു മാലയുണ്ടല്ലോ, ഇതിനെ ഊരാറേ ഇല്ല. അതിനെന്താ, ആ മാലയുടെ കൂടെ ഈ മാലയും കിടന്നോട്ടെ. എന്നാ ശരി, ഞാൻ ഇട്ടോളാം എന്ന് പറയുമ്പോൾ, അല്ല ശ്യാം ചേട്ടാ, ഇത് ഞാൻ ഇട്ട് തന്നോട്ടെ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. നീ തന്നെയാണ് ശ്രുതി പറയണത്? അതെ, ഞാൻ തന്നെയാ. ഞാൻ കഴുത്തി കെട്ടി തന്നോട്ടെ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അതിനെന്താ, കഴുത്തി കെട്ടി തന്നു എന്ന് ശ്യാം പറയാണ്. ശ്യാം അങ്ങനെ മതി മറന്ന് ആസ്വദിച്ച് നിൽക്കാട്ടോ. ശ്രുതി അങ്ങനെ മാല പതുക്കെ കഴുത്തി കെട്ടുന്ന കഴുത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷം ആ സ്വർണത്തിന്റെ മാല പതുക്കെ കൊളുത്തഴിച്ചിട്ട് നിലത്തേക്ക് ഇടുവാണ്. പക്ഷെ ശ്യാം ഇതൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. എന്നിട്ട് ആ കൊളുത്തിന്നിട്ട് മറ്റേ ആനക്കൊമ്പിന്റെ ഒറിജിനൽ ലോക്കറ്റ് എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ഇടുവാണ്. എന്നിട്ട് ശ്യാമിനോട് പറയുന്നുണ്ട്, അതെ ദേ മാല നിലത്ത് വീഴുന്നിട്ട് ശ്യാമിന്റെ കയ്യിൽ ആ മാല കൊടുത്തിട്ട് ശ്രുതി അവിടുന്ന് പോവുക കേട്ടോ. ശ്രുതിക്ക് എന്തൊരു മാറ്റമായത് എന്ന് ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം ആ ലോക്കറ്റ് എനിക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. അവർ രണ്ടിനും മാറി മാറി നോക്കുമ്പോഴും ആ ലോക്കറ്റിൽ ഒന്നും തന്നെ കാണുന്നില്ല. ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. പക്ഷെ ഇത്ര കഷ്ടപ്പെട്ട് ഈ ലോക്കറ്റിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യത്തോടെ അത് വലിച്ചെറിയുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോണ്. ശ്രുതി, അത് നോക്കിക്കേ. എന്താ എനിക്ക് ചേട്ടാ? അത് ലോക്കറ്റല്ല, പെൺഡ്രൈവാ എന്ന് പറയാണ്. പെൺഡ്രൈവോ? അതെന്താ? അത് നമ്മളെ രേഖകളൊക്കെ സൂക്ഷിക്കണം, ഫയൽസ് ഒക്കെ സൂക്ഷിക്കണം ഒരു ഇതാണത്. അത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല രേഖകളും നമുക്ക് കാണാൻ സാധിക്കും. അതെയോ? വേഗം വേഗം എടുക്കും ശ്രുതി കുട്ടി എന്ന് പറയാണ്. അങ്ങനെ എനിക്കിടെ ലാപ്ടോപ്പില് ആ ഒരു പെൺഡ്രൈവ് കുത്തി നോക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം പാസ്വേഡ് അവർക്ക് അറിയില്ല. അങ്ങനെ പാസ്വേഡ് രണ്ടെണ്ണം ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റായിട്ടാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ പ്രാവശ്യം ടൈപ്പ് ചെയ്ത തെറ്റാണെങ്കിൽ അവർക്ക് ഒരിക്കലും ആ ഫയൽ എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ശ്രുതിയുടെ എനിക്ക് പറയണം, ഈശ്വര, ഇതിന് ഒരു പ്രാവശ്യം കൂടി ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പാസ്വേഡ്. അതും തെറ്റിക്കഴിഞ്ഞാൽ ഈ ഫയൽ ആർക്കും തുറക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പാസ്വേഡ് എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ശ്രുതിയും എനിക്കിങ്ങനെ തല പുകച്ചിങ്ങനെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഭാഗ്യം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം ഇതൊരു ലോങ് എപ്പിസോഡാണ്. ഇത്രയും തന്നെ 3 എപ്പിസോഡാണ് ഞാനിപ്പോൾ വെട്ടിക്കുറച്ച് ഒരു ഭാഗമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അടുത്ത അശ്വിന്റെ ഭാഗമുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഒരു ദിവസം 2 വീഡിയോ ഇടുമെന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ബാക്കി സീരിയലുകളോട് ഇടണമൊക്കെ ഉണ്ട്. ഇടാൻ പറ്റാത്ത ഓൾറെഡി മൗനരാഗവും അതുപോലെ തന്നെ സാന്ത്വനവും പിന്നെ ഈ സീരിയലും ഇഷ്ടമാത്രമൊക്കെ ഇടുമ്പോൾ നമുക്ക് സമയത്തിന്റെ ഒരു പരിധി മൂലമാണ് കേട്ടോ ഞാൻ ഈ സീരിയൽ ഒരു റിവ്യൂ മാത്രം ഒരു ദിവസം ഇടുന്നത്. ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും 2 റിവ്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.